നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഡിസംബർ 25 മുതൽ 31 തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത്. 25 തീയതി മുതൽ 31 തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇനി മേടത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. മിഥുനത്തിൽ ചന്ദ്രൻ, ചിങ്ങൻ രാശിയിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ, കുംഭത്തിൽ ചന്ദ്രൻ രാഹു, മീനത്തിൽ ശനി. ഇത് മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഏവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനും രാഹുവുമാണ്. 2ാം ഭാവത്തിൽ മീനത്തിൽ ശനി, 5ാം ഭാവത്തിൽ വ്യാഴം, എവിടെ മിഥുനത്തിൽ, 7ൽ കേതു, 10ാം ഭാവത്തിൽ ബുധൻ, 12ാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ. വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുംഭൻ രാശിക്കാർക്ക് ഒരു ഊർധ്വമുഖ രാശിയാണ്. എന്തെങ്കിലും പുത്തൻ സംരംഭങ്ങളോ പദ്ധതികളോ ആരംഭങ്ങളോ അതിനുള്ള ചിന്തയ്ക്ക് വളരെ അനുകൂലമായ സമയമാണെന്നറിയുക. പക്ഷേ ലഗ്നത്തിലെ ചന്ദ്രൻ രാഹുവോടുകൂടെ നിൽക്കുന്നത് ക്ഷീണദേഹം എന്നൊരു ഫലമുണ്ട്. ശാരീരികമായി വളരെയധികം ക്ലേശങ്ങൾ വരും. ദരിദ്രം, സാമ്പത്തിക വിഷയത്തിലും വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കപ്പെടുന്ന വാരമാണ് ഇതെന്നറിയുക. കാരണം ലഗ്നത്തിലെ ചന്ദ്രൻ അപ്രകാരം ഒരു ഫലത്തെ ചെയ്യുന്നു. വിദുർഗോ കുളീരാജകസൻ ബബുസ്തോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം. ചന്ദ്രൻ സ്വന്തം ഉച്ചക്ഷേത്രമായ ഇടവത്തിലോ തൻ്റെ ശക്തമായ സുക്ഷേത്രമായ മേടത്തിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രമായ കർക്കിടകത്തിലോ വന്നാൽ ആനന്ദ ലാവണ്യപൂർണ്ണം വളരെ ഹാപ്പിയായി ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേത് രാശികൾ വന്നാലും വിധത്തെ അധമം ക്ഷീണദേഹം ദരിദ്രനാണ്, അധമനാണ് ക്ഷീണദേഹം. അതിനാൽ ഇതിനപ്പുറത്തൊരു വ്യക്തി അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാൽ സാമ്പത്തിക വിഷയത്തിലൊക്കെ വളരെ ജാഗ്രത പാലിക്കുക. ഇവിടെ ചന്ദ്രൻ മാതൃകാരകനാണ്. ഇവിടെ കുംഭത്തിന് ചരരാശി ബാധയാണ്. കുംഭസ്യ കർക്കിടകം പ്രത്യേകം ബാധയാണ്. അതിൽ അമ്മയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ വളരെയധികം ജാഗ്രത പുലർത്തണം. അമ്മയുടെ പേരിൽ കുംഭൻ രാശിക്കാർ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യണം. ധാരാളം സ്വപ്നങ്ങൾ കുംഭൻ രാശിക്കാർക്ക് നടക്കുന്ന സമയമാണ്. കർമ്മമേഖലയിൽ പുത്തനൊരു ഉണർവ്, പുതിയ ഉത്തരവാദിത്തം ലഭിക്കുക. റിസർച്ച് ഗവേഷകർക്ക് പഠിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. അവരുടെ പഠനത്തിന് അവർക്ക് അംഗീകാരം ലഭിക്കാം, സ്കോളർഷിപ്പ് ലഭിക്കാം. പലപ്പോഴും പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന വാരമാണെങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള ശേമുഷിയും കരുത്തും കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ഉണ്ടാകും, ഒരു സംശയവുമില്ല. കാരണം രാശി ഒരു ഊർധ്വമുഖ രാശിയാണ്, വളരുന്ന രാശിയാണ്. 10ാം ഭാവത്തിൽ ബുധനുണ്ട് കർമ്മസ്ഥാനത്ത്. പഠനത്തിന് ശേഷം ജോലി കിട്ടാൻ ഈ സമയം വളരെ നല്ലതാണ്. പലപ്പോഴും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരങ്ങൾ വരും വിദ്യാർത്ഥികൾക്ക്. അപ്രകാരം തന്നെ അവർക്ക് വേണ്ട ലോണുകളൊക്കെ ശരിയാകാം. 11ാം ഭാവത്തിലാണ്. സർക്കാർ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം തനിക്ക് ലഭിക്കും. അത്ര നല്ലൊരു ഗ്രഹത്തിൻ്റെ സ്ഥിതിയിലാണ് 11ാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഇവിടെ സന്താന വിഷയത്തിലുള്ള അരിഷ്ടതകൾ, സന്താനപതിയായ വ്യാഴത്തിന് ഭാഗ്യാധിപനായ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് സന്താന വിഷയത്തിലുള്ള ക്ലേശങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമാണെന്നും അറിയണം. ഏതായാലും കുംഭൻ രാശിക്കാർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്തേ.